അസ്സലാമു അലൈക്കും. ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാം, എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ലെന്ന്. അത് എന്തുകൊണ്ടാവും? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത്. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉദ്ദേശം പറയുന്നതിന് മുൻപ് സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ചൊല്ലി ദുആ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഇസ്മുകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ താഴ്മയോട് കൂടി ഇരു കൈകളും ഉയർത്തി ഖിബ്ലയ്ക്ക് മുന്നിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും അള്ളാഹു ഉത്തരം നൽകും എന്ന പൂർണ്ണ വിശ്വാസമുണ്ടാകുക. മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ തട്ടി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നിസ്കാരം ഖള ഇല്ലാതെ നിർവഹിക്കുന്നവനാവുക. അല്ലാഹുവല്ലാതെ മറ്റൊന്നിലും അഭയം തേടാതിരിക്കുക. ശരീരവും മനസ്സും ശുദ്ധമായിരിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തഹജ്ജുദ് നിസ്കാരം പരമാവധി മുടക്കാതിരിക്കുക. അന്യരെ വേദനിപ്പിക്കാതിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആശ്വാസിപ്പിച്ച് പൊരുത്തം തേടുക. നമ്മുടെ ഉദ്ദേശങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? ഒരാളുടെ പ്രാർത്ഥന പോലും അള്ളാഹു ഒഴിവാക്കില്ല. 3 തരത്തിലാണ് അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നത്. 1. നമ്മൾ എന്താണോ ചോദിച്ചത് അത് തന്നെ നൽകും. 2. ചോദിച്ചതിനേക്കാൾ ഏറ്റവും ഹൈറായത് നൽകും. 3. നമ്മൾ എന്താണോ ചോദിച്ചത് അതിനുള്ള കൂലി നൽകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.